നീ ഇങ്ങോട്ട് വരണ്ട, നിനക്ക് പകരം ഞങ്ങൾ ബംഗാളികളെ വെച്ചിട്ടുണ്ട്. ബംഗാളികളെ അവരെടുത്തോളും ഇനി ജോലി. നീ ഒരു കാര്യം ചെയ്യും, നീ അവിടെ തന്നെ നിന്നാൽ മതി. ഇവിടെ വന്നിട്ട് ഇനി അവനുമായിട്ടൊരു പ്രശ്നമാക്കണ്ട. ഇന്ന് എൻ്റെ വാക്കല്ല, ഇത് പറയുന്നത് ആരാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഷൈനിയുടെ അമ്മായി അമ്മയുടെ ഒരു വാക്കാണ്. അമ്മായി അമ്മ 2 ദിവസം മുന്നേ വന്നിട്ട് പറയുന്നൊരു വാക്കുണ്ട്. അവള് ഇടയ്ക്ക് തിരിച്ചു വരാൻ താല്പര്യം പ്രകടിപ്പിച്ചപ്പോഴേ ബംഗാളികളെ വെച്ചു എന്നാണ് ഞാൻ പറഞ്ഞത് എന്നുള്ള തരത്തിൽ ഈ അമ്മ വാക്കുകൾ പറയുന്നുണ്ട്. ഒരു കാര്യം നമുക്കെല്ലാവർക്കും വ്യക്തമാണ്, ഒരു ബംഗാളിക്ക് കിട്ടുന്ന വില പോലും സ്വന്തം ഭർത്താവിൻ്റെ വീട്ടിൽ ഈ സ്ത്രീക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ഓരോ ദിവസവും വിചാരിക്കും ഇന്ന് ഇവരുടെ വീഡിയോ വേണ്ട എന്ന് വിചാരിക്കുമെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം ഇങ്ങനെ വരും എന്നുള്ളതാണ്. അതായത് അവർ ഭർത്താവ് വീട്ടിൽ അനുഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഭർത്താവിൻ്റെ വീട്ടുകാർ എന്ന് പറയുന്ന നികൃഷ്ട ജീവികൾ, സ്വന്തം കുടുംബത്തിലെ നികൃഷ്ട ജീവികൾ, അതായത് തന്തയും തള്ളയും പിന്നെ എന്ന് പറഞ്ഞാൽ സഹോദരന്മാർ എന്ന് പറയുന്ന എംബോക്കികൾ എല്ലാവരും ഈ ഒരു സ്ത്രീയെയും കുഞ്ഞുങ്ങളെയും എന്ന് പറഞ്ഞാൽ പരലോകത്തേക്ക് അയച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഒരു ചെറുക്കനും കൂടി ഉണ്ടല്ലോ എല്ലാവരും ചോദിക്കും. ചെറുക്കന് പിന്നെ കുഴപ്പമില്ല, അവൻ എങ്ങനെയെങ്കിലും വളർന്നോളും, അവൻ എങ്ങനെയെങ്കിലും അങ്ങ് ജീവിച്ചോളും. പക്ഷേ പെൺകുട്ടിയാണെങ്കിൽ അങ്ങനെയല്ല. പെൺകുട്ടിയാണെങ്കിൽ ഇതിനെ പഠിപ്പിക്കണം, പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെട്ടിച്ചു വിടണം, അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് ചിലവുകളുണ്ട്. അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ പെൺകുട്ടികളെ വേണ്ട, അത് ഷൈനി കൊണ്ടുപോയിക്കോട്ടെ. പക്ഷേ ചെറുക്കനെ വേണം, ചെറുക്കൻ അവിടെ നിന്നോട്ടെ. നമുക്ക് എപ്പോഴെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് കടയിൽ പോയിട്ട് ഒരു മുട്ടായി മേണിക്കാനോ ഇല്ല ഒരു മീൻ മേണിക്കാനോ ഒരാളാകുമല്ലോ, അതുകൊണ്ട് അവിടെ നിന്നോട്ടെ. പക്ഷേ പെൺകുട്ടികളെ വേണ്ട. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷൈനിയുടെ ഭർത്താവിൻ്റെ വീട്ടുകാരുടെ ഒരു കാര്യമാണ് പറയുന്നത്. എന്നിട്ട് ഈ സ്ത്രീ ഇങ്ങനെ വന്ന് ന്യായീകരിക്കുകയാണ്. ഞങ്ങളാണ് അവളെ പഠിപ്പിച്ചത്, ഞങ്ങളാണ് അവളെ ജോലിക്കാരിയാക്കിയത്, ഞങ്ങളാണ് ഈ നിലയിൽ അവരെ ആക്കിയത്. ഏത് നിലയിലാക്കിയത്? ഇപ്പോഴും പരലോകത്തേക്ക് പറഞ്ഞു വിട്ടത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഈ തള്ള വന്നിട്ട് വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് കള്ളക്കരച്ചിൽ കറഞ്ഞിട്ട് പച്ച നുണയാണ് പറയുന്നത്. ഈ നോബി എന്ന് പറയുന്നവൻ്റെ ഈ തള്ളയാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. ബംഗാളികളെ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ നീ ഇനി ഞങ്ങളെ വീട്ടിലേക്ക് വരണ്ട, കാരണം എല്ലാ കാര്യങ്ങളും ഇനി ബംഗാളികൾ നോക്കിക്കോളും. അതായത് ഇവർ പോയതിൻ്റെ പുറകെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ജോലിക്കാരെ കൊണ്ടുവന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോഴും നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ? ആ വീട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേലക്കാരിയാണെന്ന് നമ്മൾ ഇതിനു മുന്നേയും വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിലും കഷ്ടമായിരുന്നു ഇവരുടെ കാര്യം എന്നുള്ളതാണ്. കാരണം വേലക്കാരികൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ പണിക്ക് സമയങ്ങളുണ്ട്, ഇവർക്ക് സമയവും ഇല്ല. അതാണ്, ഇവർക്ക് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ എന്ന് പറഞ്ഞാൽ രാത്രി മാത്രമേ ഉള്ളൂ, റെസ്റ്റൊന്നുമില്ല. പക്ഷേ വേലക്കാരികൾ അങ്ങനെയല്ല, അവരൊരു നിശ്ചിത സമയം കഴിഞ്ഞാൽ പിന്നെ അവർ ജോലിയൊന്നും ചെയ്യത്തില്ല. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടമുള്ള പോലെ റെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ ഇവർക്ക് എന്താണെന്ന് ശമ്പളവും ഇല്ല, ഇതുപോലെ വേലക്കാരിയാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ഒരു വീഡിയോയിൽ വന്നിട്ട് ഒരാൾ പറയുന്നൊരു കാര്യമുണ്ട്. അതായത് ഇവർ തമ്മിലുള്ള പ്രശ്നം, ഈ നോബിയുമായിട്ടുള്ള പ്രശ്നം പറഞ്ഞപ്പോഴേ അവിടെയുള്ളൊരു പാതിരിയുണ്ട്. ആ പാതിരിയോട് പറയാം നമുക്ക് എന്ന് പറഞ്ഞപ്പോഴേ ഷൈനി പറഞ്ഞൊരു കാര്യമുണ്ട്. അയാൾ ഏറ്റെടുക്കത്തില്ല. അയാളും ഞാനുമായിട്ട് അത്ര വലിയ ക്ലോസ് അല്ല, അയാളും ഞാനുമായിട്ട് മിണ്ടാറ് പോലുമില്ല. അതെന്താണെന്ന് വെച്ചാൽ ഈ നോബി എന്ന് പറയുന്നവൻ വിദേശത്താണ്. പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷൈനിയോടും മക്കളോടും പറഞ്ഞിട്ടുണ്ട് പോലും. അതായത് ഷൈനിയോട് പറഞ്ഞിട്ടുണ്ട്, നീ അവളെ പിള്ളേരെ താഴേക്കിട്ട് മുകളിൽ വരൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് ഈ പാതിരിക്കെതിരെ വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ അന്വേഷിച്ച് കഴിഞ്ഞാലെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞാൽ ഒരാൾ പോലും ഇവറ്റകളെ രക്ഷിക്കാൻ നിൽക്കരുത്. അതായത് ആ സഹോദരിക്ക് കൃത്യമായിട്ടും നീതി വേണം. ഇനി ഒരു ഷൈനിയും ഈ കേരളത്തിൽ നമ്മുടെ മലയാളത്തിൽ ഉണ്ടാകരുത്. മറ്റുള്ള ഭാഷകളിൽ ഉണ്ടാവുമോ ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്കറിയില്ലല്ലോ. പക്ഷേ നമ്മൾ മലയാളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര സാക്ഷരതയാണ്, വിദ്യാഭ്യാസമാണ്, നമ്മൾ ആഢ്യതയുള്ളവരാണ് എന്നൊക്കെ പറയുമ്പോഴും ഇതുപോലെ ഈ പിന്നെന്താ വേണ്ടത് ചില വലിയ മോടി കാണുമ്പോഴും എന്ന് പറഞ്ഞാൽ വലിയ കൊട്ടാരം പോലത്തെ വീടല്ലായിരിക്കും. പക്ഷേ അതിൻ്റെ അകത്ത് ഉള്ളിൽ നടക്കുന്ന ചില പുഴുക്കുത്തുകൾ, നാറിത്തരങ്ങൾ, ഇതൊക്കെയാണ് നമ്മളിപ്പോഴും വെളിയിൽ കൊണ്ടുവരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ ഷൈനിയെ പോലെയുള്ള നിരവധി ആൾക്കാർ ഇപ്പോഴും ജീവൻ കൊടുക്കാൻ ഭയന്നിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള കുടുംബത്തിൽ ജയിലിലിട്ടതുപോലെ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. അവരെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീതി കിട്ടണം. അതായത് എന്തെങ്കിലും ഒരു പ്രശ്നം കഴിഞ്ഞതിന് ശേഷം, അതായത് ഇതുപോലെ പിന്നെ ഒരു മരണം നടന്നതിന് ശേഷം നമ്മളതിൻ്റെ പുറകെ നടന്നിട്ട് കാര്യമില്ല. അതിന് മുന്നേ തന്നെ ഞാൻ പറഞ്ഞല്ലോ, എന്താണെന്ന് വെച്ചാൽ ഈ ഷൈനിയുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷൈനി പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ വീട്ടിൽ തന്നെ എന്ന് പറഞ്ഞാൽ വികാരി അച്ഛൻ ഉൾപ്പെടെ എന്ന് പറഞ്ഞാൽ കന്യാസ്ത്രീകളും ഇവരൊക്കെയുള്ള കുടുംബമാണ്. എന്നിട്ടും ഇവർക്കൊരു നീതി കിട്ടിയില്ല എന്നുള്ളതാണ്. അതായത് ഈ വികാരി അച്ഛനെ പോലെയുള്ളവരെയാണ് നമ്മൾ പോയിട്ട് കാണേണ്ടത്. എൻ്റെ വീട്ടിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അതൊന്ന് തീർത്ത് തരണമെന്ന്. പക്ഷേ ഷൈനിയുടെ കാര്യത്തിൽ തന്നെ സ്വന്തം കുടുംബത്തിൽ ഉള്ളത് കൊണ്ട് അവർക്ക് എവിടെയും ജോലിയും കിട്ടിയില്ല. അതുപോലെ തന്നെ എന്ന് പറഞ്ഞ് എവിടെയും പോയിട്ട് ഈ പരാതി പറയാനും കഴിയില്ല. ആരോടെങ്കിലും പരാതി പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിങ്ങളുടെ കുടുംബത്തെ തന്നെയില്ലേ വികാരി
അധികാരികൾ അവിടെ പോയി പറഞ്ഞാൽ പോരെയെന്ന്. അവിടുന്ന് നീതി കിട്ടിയിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്ന ഇതാണ്, ഈ ഷൈനി എന്ന് പറയുന്ന ആ ഒരു യുവതിയുടെയും അവരുടെ മക്കളുടെയും മരണത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവറ്റകൾക്ക് ഒരാൾക്ക് പോലും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. അതായത് ഈ ഷൈനിയുടെ പിന്നെ ഭർത്താവിൻ്റെ വീട്ടുകാരായാലും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ ഷൈനിയുടെ സ്വന്തം വീട്ടുകാർ നമ്മൾ കണ്ടതാണ്. ഈ അപ്പൻ എന്ന് പറയുന്നവന്, കാരണം ഈ മക്കളാണെന്നേ ഉള്ളൂ, അയാൾക്ക് വലിയ സ്നേഹമോ കാര്യങ്ങളോ ഒന്നുമില്ല. അയാളിങ്ങനെയെന്ന് പറഞ്ഞാൽ എൻ്റെ മകളാണെന്ന് പറയാൻ വേണ്ടി മാത്രം, അതുപോലെ തന്നെ എൻ്റെ പേരക്കുട്ടികളാണെന്ന് പറയാൻ അവർക്കെന്ന് പറഞ്ഞാൽ അവിടെ ഒരു അധികാരമോ ഇല്ലെങ്കിൽ അവരവിടെ നിൽക്കുന്നത് കൊണ്ട് ഈ തന്തയ്ക്കും തള്ളയ്ക്കും എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ അതായത് മക്കൾ അയച്ചു കൊടുക്കുന്ന പൈസ ഇവറ്റകളാണല്ലോ തിന്നെന്ന് എന്നുള്ള ഒരു വിചാരം, അതായത് മക്കൾ അയച്ചു കൊടുത്ത പൈസേനെ കൊണ്ട് സുഖഭിക്ഷമായിട്ട് ഇവിടെ താമസിച്ച് കഴിയുന്ന ഈ അച്ഛനും അമ്മക്കും വരുമാനമില്ലാത്ത അല്ലെങ്കിൽ ഭർത്താവുമായിട്ട് തെറ്റിപ്പിരിഞ്ഞ 2 മക്കളെയും കൊണ്ട് വീട്ടിലേക്ക് വന്ന മകൾ വന്നപ്പോഴേ ആ മകളെ കണ്ണെടുത്താൽ കണ്ടുകൂടാതായി എന്നുള്ളതാണ്. അതായത് തൻ്റെ പൈസ ഇനി ഇവർക്ക് വേണ്ടി ചിലവാക്കേണ്ടി വരുമോ എന്നുള്ള ഒരു മനോനിലയാണ് അയാൾക്കുണ്ടായത്. അയാൾക്കല്ലാതെ സ്വന്തം മകളാണ്, അല്ലെങ്കിൽ തൻ്റെ ആൺമക്കളുണ്ട്, നല്ല ശമ്പളം വാങ്ങിക്കുന്നവരാണ്, അവരോട് പറയാം എടാ നിൻ്റെ പെങ്ങൾക്ക് ഇങ്ങനെ ഒരു സംഭവമുണ്ട്, നിങ്ങൾ രക്ഷിക്കണമെന്ന് പറയാം. അതൊന്നും നിൽക്കത്തില്ല. കാരണം നിന്നെ കെട്ടിച്ചു വിട്ടതാണ്, എല്ലാം നിനക്ക് തന്നിട്ടുണ്ട്, നിനക്ക് തരാനുള്ളതൊക്കെ നമ്മൾ തന്നു, ഇനി നിനക്ക് ഇടുന്ന 10ൻ്റെ പൈസ നമ്മൾ തരത്തില്ല, ഇനി നിൻ്റെ ജീവിതം നീയാണ് നോക്കേണ്ടത്. ഇതാണ് അവരുടെയൊക്കെ ന്യായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കല്യാണം കഴിച്ചാൽ പിന്നെ ഇവിടെ ഒരു ബന്ധവും ഇല്ല, ഇവിടെ എല്ലാം നിനക്ക് അന്ന് എല്ലാ സംഭവം അങ്ങ് തന്നു വിട്ടിട്ടുണ്ട്, അതാണ് നിൻ്റെ ആകെയുള്ള ഒരു സ്വത്ത് എന്നാണ് ഇവരൊക്കെ പറയുന്നത്. അപ്പോൾ ഈ ഒരു മനോനിലയാണ് ശരിക്കും മാറേണ്ടത്. അതായത് സ്വന്തം വീട്ടിൽ വന്നു കഴിഞ്ഞാൽ സഹോദരങ്ങളായാലും അത് സഹോദരങ്ങൾ പോട്ടെ, അവർക്കെന്ന് പറഞ്ഞാൽ വേറെയും ബാധ്യതകൾ ഉണ്ടാവും പോട്ടെ, പക്ഷേ അച്ഛനും അമ്മമാർ ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളോട് ഇമാതിരി തെണ്ടിത്തരം കാണിക്കരുത്. എന്തെങ്കിലും ഒരു ചെറിയ തരത്തിൽ ആ ഒരു യുവതിക്ക് സപ്പോർട്ട് ചെയ്തിരുന്നുവെങ്കിൽ ഇന്ന് ഇവരിത് ചെയ്യുമായിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് വേറെ ഒരു പ്രശ്നവുമില്ല. ഈ സ്വന്തം വീട്ടിൽ നിന്നുമുള്ള ആ ഒരു ഇതും കൂടി ആയപ്പോൾ അവർക്ക് ശരിക്കും പറഞ്ഞാൽ ജീവിച്ചിരിക്കണം എന്ന് തോന്നിയിട്ടുണ്ടാവില്ല. അതാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇതുപോലെയുള്ള അപ്പമാർ കുറച്ചും കൂടി ചിന്തിക്കണം. ഇനി ഇതുപോലെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ നിന്നും ഓടിക്കാനല്ല നോക്കേണ്ടത്, പകരം അവരെ സംരക്ഷിക്കാൻ ചേർത്ത് നിർത്താനാണ് നോക്കേണ്ടത്. ഈ ഷൈനിയുടെ അപ്പനത് കഴിഞ്ഞിട്ടില്ല, അയാൾക്ക് ഇനി അത് കഴിയുമെന്നും തോന്നുന്നില്ല. അയാൾ ഉള്ള പിന്നെ എന്താ പറയുക, ഇവർ ജോലി ചെയ്യുന്ന സ്ഥലത്തുനിന്ന് വരെ അവരുടെ ജോലി വരെ വിടിയിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഉണ്ടായത്. അല്ലാതെ അയാൾ ഒരു തരത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഒരു സംരക്ഷണവും കൊടുത്തില്ല. പിന്നെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും കണ്ടതാണ്, ആ മരിച്ചതിൻ്റെ പിറ്റേ ദിവസം അയാളുടെ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പിന്നീട് വന്ന വോയിസ് ക്ലിപ്പുകൾ, പിന്നെന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇത്ര പൈസ ചിലവായിട്ടുണ്ട് മോർച്ചറിയിലും മറ്റെവിടെയും, അത് തിരിച്ചു തന്നാൽ മാത്രമേ ഞാൻ ഈ ബോഡി വിട്ടു തരികയുള്ളൂ ഇന്ന് വരെ ഒരപ്പം പറയണമെന്നുണ്ടെങ്കിൽ അയാളുടെ മനസ്സ് എത്രമാത്രം കല്ലായിരിക്കും നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ അയാളൊക്കെ എന്ന് പറഞ്ഞാൽ മനുഷ്യരൂപം പൂണ്ടിനേ ഉള്ളൂ, അല്ലാതെ യഥാർത്ഥത്തിൽ അയാളൊന്നും മനുഷ്യനല്ല, അയാളൊന്നും വിശ്വാസിയല്ല. അയാളൊന്നും ഒരിക്കലും പള്ളിയിൽ വരെ കയറ്റരുത്. കാരണം എന്ന് വെച്ചാൽ ഈ പിന്നെ ദൈവങ്ങൾ വരെ ആടുന്നതിൽ എണീച്ച് ഓടിക്കളിയെന്നാണ്. കാരണം ഇവനെ പോലെയുള്ള ആൾക്കാർ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ന് പറഞ്ഞാൽ ഇവനൊക്കെയാണ് ഇവിടെ ഈ സമൂഹത്തിൽ നിലയും വലിയും ചില്ലറയുള്ളവനാണല്ലോ ഇവിടെ ഏറ്റവും വലിയ വില. എന്നാലും അവനെയൊക്കെ കാണുമ്പോഴാണ് ഈ ദൈവം ഇറങ്ങി ഓടുകയും ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാതിരിയായാലും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള വീട്ടുകാരായി കഴിഞ്ഞാലും അതുപോലെ ഈ അമ്മ പിന്നെന്താ വേണ്ട ഈ നോബി എന്ന് പറയുന്നവൻ്റെ അമ്മ ന്യായീകരിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ഇവരോട് പുച്ഛമാണ് തോന്നിയത്. അതുകൊണ്ട് ഇനിയൊരു ഷൈനി നമ്മുടെ നാട്ടിലുണ്ടാകാൻ പാടില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ നിങ്ങളോട് ഞാൻ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയില്ല, പക്ഷെ നിങ്ങളെല്ലാവരും ഇത് ഷെയർ ചെയ്യണം, എല്ലാവരിലും എത്തിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.